പഴശ്ശിയുടെ മണ്ണിൽ നിന്നും അയോധ്യയിലെ രാമന്റെ മണ്ണിലേക്ക് കർസേവയ്ക്കായി യാത്ര തിരിച്ച ഒരു വനവാസിയുണ്ട് വയനാട്ടിൽ. 50-ലധികം വർഷമായി വനവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പള്ളിയറ രാമൻ. ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വയനാട്ടിൽ നിന്നും 15-ലധികം വനവാസികളാണ് അക്കാലത്ത് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. രാമന്റെ മണ്ണിൽ വീണ്ടും രാമക്ഷേത്രം ഉയരുന്നതിൽ സന്തോഷമുണ്ടെന്ന് പള്ളിയറ രാമൻ പറഞ്ഞു. 1992 കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാമഭക്തർ രാമമന്ത്രം മുഴക്കി അയോധ്യയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ വയനാട്ടിലെ വനവാസികളും അതിന്റെ ഭാഗമാകുവാൻ രാമന്റെ ജന്മസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ നിറസാന്നിധ്യമായിരുന്നു മുതിർന്ന വനവാസി നേതാവ് പള്ളിയറ രാമൻ. അത് സംഘത്തിൻ്റെ പ്രവർത്തകരാണ്, സംഘത്തിൻ്റെ അധികാരികളാണ് ഇങ്ങനെ കർസേവയ്ക്ക് പോകണമെന്നുള്ള തീരുമാനമെടുത്തു. ഭാരതത്തിലൊട്ടാകെ എല്ലാ ഭാഗത്തു നിന്നും ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കർസേവ അയോധ്യയിലേക്ക് പോകാൻ തയ്യാറായത്. അപ്പോൾ ഈ 92-ൽ ഇത്തരത്തിലൊരു കലുഷിതമായ ഒരു അവസ്ഥയായിരുന്നു. ആ പോണവര് തിരികെ വരുമെന്നതിന് ഉറപ്പില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. കാരണം അത്രയ്ക്ക് ആ മുലായം സിംഗിന്റെ സർക്കാർ ആ സമയത്ത് അത്രയ്ക്ക് പ്രശ്നങ്ങളുമായാണ് അവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ പോണമെന്ന് എങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? പോണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലോകത്തിലെ ഹൈന്ദവ ജനതയുടെ പ്രധാന കേന്ദ്രമായ രാമക്ഷേത്രം തകർത്തത് വീണ്ടെടുക്കാൻ വേണ്ടി, മുഴുവൻ ജനങ്ങളുടെയും ആത്മാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി, അവർക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ അത് മോചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. അപ്പൊ ഈ വീട്ടുകാരെല്ലാം പ്രതികരണം എന്തായിരുന്നു അത്തരത്തിൽ? വീട്ടുകാർക്കൊക്കെ ഭയപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തീരുമാനം എടുക്കുമ്പോൾ അതിൽ നമ്മൾ തയ്യാറായി ധൈര്യസമേതം അങ്ങ് പോയി. അയോധ്യ പ്രക്ഷോഭകാലത്ത് ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളും യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. ഇത്തരം ഒരു യുദ്ധത്തിന് പോകുമ്പോൾ മരണവും ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതൊരു യുദ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ച പ്രവർത്തനമായിട്ടാണല്ലോ പോയിരിക്കുന്നത്. അതിൽ ഈ മരണവും ഉണ്ടാകാം, മറ്റ് പലതും സംഭവിക്കാം. അപ്പോൾ നമ്മൾക്കും ബേജാറുണ്ട്. പക്ഷെ ബേജാറൊന്നും അതുമല്ല. ഈ കർമ്മത്തിൽ 1-2 പേരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരാണല്ലോ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കെന്താ ഭയം? കർസേവയ്ക്കായി ഉത്തർപ്രദേശിലെത്തിയ കേരളത്തിൽ നിന്നുള്ള സംഘത്തെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഝാൻസിയിൽ വെച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ RDO ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ബസ്സുകളിലാക്കി ദളിത് ബോർഡ് വനിതാ കോളേജിൽ കൊണ്ടാക്കി. ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ലല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് കർഷകരാണല്ലോ ചുറ്റും ഈ അയോധ്യ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ട്രെയിനുകളിലൊക്കെ ഈ ജയ് ശ്രീറാം വിളിച്ചു കൊണ്ടുവരുന്നത്. രാമക്ഷേത്രം വീണ്ടെടുക്കുവാനുള്ള കർസേവയുടെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്ന് പള്ളിയറ രാമൻ പറഞ്ഞു. പങ്കെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു. ഈ സമാജത്തിന് വേണ്ടി, അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ മുഴുവൻ അഭിമാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളെന്ന നിലയ്ക്ക് വളരെയേറെ അഭിമാനം തോന്നുകയാണ്. ഈ കർമ്മത്തിൽ പങ്കെടുത്തതിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. വനവാസികൾക്ക് രാമനും രാമായണവുമായി പ്രത്യേക ബന്ധമുള്ളതായി പള്ളിയറ രാമൻ ചൂണ്ടിക്കാട്ടുന്നു. രാമായണം ഉണ്ടാക്കിയത് തന്നെ വനവാസിയാണ്, വാൽമീകിയാണ്. വാൽമീകി വേടനായിരുന്നു. അത്തരം വേടന്മാരായ വനവാസികളെ എന്ന നിലയ്ക്ക് ലോകത്തിന് മാതൃക കാട്ടിയ ജീവിത രീതി, ജനനം കൊണ്ടും ജീവിത രീതി കൊണ്ടും ഭരണം കൊണ്ടും മറ്റെല്ലാ രീതിയിലും മനുഷ്യന് വഴികാട്ടി ആയി രേഖയുണ്ടാക്കിയത് രാമായണമാണ്. ശ്രീരാമൻ്റെ എന്താ പറയുക ജീവിതം, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ജനസേവനം, ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു യഥാർത്ഥ മാർഗരേഖ, ശാന്തിയും സമാധാനവും ലോകത്തുണ്ടാകണമെന്നുള്ള ഒരു ദീർഘകാഴ്ചപ്പാടോടുകൂടിയാണ് ശ്രീരാമനെ സംബന്ധിച്ച് വനവാസികൾക്കും എനിക്കുമൊക്കെ അഭിപ്രായമുള്ളത്. ജാതിവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ രാമഭക്തരെയും പോലെ താനും ജനുവരി 22-നായി കാത്തിരിക്കുന്നുവെന്നും തുടർന്ന് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും മുതിർന്ന വനവാസി നേതാവ് പള്ളിയറ രാമൻ വ്യക്തമാക്കുന്നു. ജനം, വയനാട്.